ഹായ് ഹലോ. ഞങ്ങളുടെ ഈ യാത്ര തിരുവനന്തപുരം വരെ പോവാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ട്രെയിനിൽ കയറി യാത്രയായി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രലിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. ഫ്രണ്ടിൽ ആ റോഡിലേക്ക് വന്നിട്ടുണ്ട്. നല്ല തിരക്കുകളുണ്ട്. രാവിലെയാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കണത്. അങ്ങനെ വിഘ്നേശ്വരൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗണപതിയുടെ കോവിലുണ്ട്. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളങ്ങളും മറ്റു പരിസരങ്ങളൊക്കെയാണ് കേട്ടോ. ആ റോഡിൻ്റെ ഫ്രണ്ടിലുള്ള റോഡൊക്കെയാണ് ഈ കാണുന്നത്. റോഡ് രാവിലെയുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്, നാഗങ്ങളുടെ ഒരു ചെറിയ അമ്പലം റോട്ടിൽ തന്നെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നല്ല ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറാനായിട്ട് തമ്പുരാട്ടിയും രാജാവും വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിലേക്കൂടെ ഞങ്ങളെ കയറ്റിയില്ല, സൈഡിൽ കൂടെയാണ് കയറ്റിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു. കാണാൻ പറ്റുമോ രാജാവിനൊന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂകളിലൊക്കെ കണ്ടപ്പോൾ നല്ലൊരു കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. രാജാവല്ലായിരുന്നു കേട്ടോ വന്നത്. ആദിത്യവർമ്മ രാജാവെന്ന് ഇൻ്റർവ്യൂകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തമ്പുരാട്ടിയാണ് വന്നത്. അങ്ങനെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ. കൈകൂപ്പി തൊഴുത് പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോണതൊക്കെ കണ്ടു. നല്ലൊരു ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളുള്ള കാഴ്ചകളാണ് കാണുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ പ്രാവശ്യം കയറ്റിയില്ല. അമ്പലത്തിലെന്തോ പണികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഷീറ്റൊക്കെ വെച്ച് കെട്ടിയേക്കെന്ന് തോന്നുന്നു. പെയിൻ്റ് അടിയോ എന്തോ ആണെന്നും തോന്നണേ. അമ്പലത്തിൻ്റെ കുളങ്ങളൊക്കെ ഇതിൽ കാണിച്ചേക്കണേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഒരു 8 മണി കഴിഞ്ഞ് പിന്നെ രാജാവൊക്കെ വന്നത്. രാജാവല്ല, തമ്പുരാട്ടി വന്നത് കേട്ടോ. അങ്ങനെ മറ്റുള്ള കാഴ്ചകളാണ് അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും. അതുപോലെ തന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ റോഡിൽ പത്മനാഭ ഹോട്ടലുണ്ട്. ശ്രീ പത്മനാഭ ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അത് അവിടെ നിന്ന് നല്ല ഫുഡാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി ഞങ്ങൾ.